സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കമിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. വിമാനത്താവളത്തിൽ നിന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കാണ് പ്രധാനമന്ത്രി ആദ്യം പോകുന്നത്. രാജ്യത്തിന്റെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാന്റെ തയ്യാറെടുപ്പുകളുടെ വിശകലനത്തിനും ശാസ്ത്രജ്ഞരെ അഭിസംബോധന ചെയ്യാനുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് എത്തുക. 11:30-ക്കാണ് കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ 10,000 പങ്കെടുക്കും. 1.5 മാസത്തിനിടെ 3-ാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് അഞ്ജു ജയപ്രകാശ്, ഒപ്പം സ്റ്റേഡിയത്തിൽ നിന്ന് ആർ ശ്രീജിത്ത്, ആർ റോഷിപാൽ എന്നിവർ നമുക്കൊപ്പം ചേരും. ആദ്യം അഞ്ജു ജയപ്രകാശിലേക്ക്. അഞ്ജു ജയപ്രകാശ്, അല്പസമയത്തിനകം തന്നെ, അതായത് ഇപ്പോൾ പ്രധാനമന്ത്രി എത്താനുള്ള ഷെഡ്യൂൾഡ് ടൈം ആയി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേക വിമാനം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഒപ്പം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കാണ് അദ്ദേഹം ആദ്യം പോകുന്നത്. ഗഗൻയാൻ പദ്ധതിയിൽ ബഹിരാകാശത്തേക്ക് അയക്കുന്ന യാത്രികർ ആരൊക്കെയാണെന്നുള്ളത് അല്പസമയത്തിനകം അറിയാം. അതിനായി ആകാംക്ഷയുടെ രാജ്യം തന്നെ കാത്തിരിക്കുകയാണ്. ബഹിരാകാശ യാത്രികർക്കായുള്ള പരിശീലനം നേടിയ 4 പേരിൽ ഒരാൾ സുഖോയ് 30 പൈലറ്റായ പ്രശാന്ത് നായരാണ് എന്നത് ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. എങ്ങനെയൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ, അഞ്ജു? സുജിയ, അല്പനിമിഷത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ വിമാനം ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഇത് 3-ാം സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത് കേരളത്തിലേത്. പ്രധാനമായും സർക്കാർ പ്രതിനിധിയായിട്ട് മന്ത്രി GR അനിൽ, ഒപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത്. 2 പ്രധാനമന്ത്രിക്ക് ഇന്ന് പരിപാടിയുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോവുക. എന്തായാലും 10:30 തന്നെ, കൃത്യം 10:30 തന്നെ ഈ തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക വിമാനം എത്തിച്ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം അല്പസമയത്തിനകം തന്നെ വിമാനം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം ഇവിടെ നിന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കാണ് പോവുക. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് ശേഷം ഉച്ചയ്ക്ക് ഒരു 12 മണിയോടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിലടക്കം പങ്കെടുക്കും. പ്രധാനമായും ഔദ്യോഗിക പരിപാടിക്കൊപ്പം തന്നെ രാഷ്ട്രീയ പരിപാടി, അങ്ങനെ 2 പരിപാടി 2 ഇടങ്ങളിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. ഉച്ചയ്ക്ക് ഏകദേശം 1:20 തന്നെ തമിഴ്നാട്ടിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തിരുനെൽവേലിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാകും അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് എത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം കാത്തിരിക്കുന്ന ഒരു പദ്ധതി, ഗഗൻയാൻ പദ്ധതി, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികളുടെ പേര് വിവരങ്ങളടക്കം പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും. അതിനാണ് രാജ്യം കാതോർത്ത് നിൽക്കുന്നത്. തിരുവനന്തപുരം VSSൽ വെച്ച് മോദി ഗഗൻയാൻ പദ്ധതിയുടെ പുരോഗതി അടക്കം വിലയിരുത്തുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ബഹിരാകാശ സഞ്ചാരികളായി തിരഞ്ഞെടുക്കപ്പെട്ട 4 പേർക്കും ആസ്ട്രോനോട്ട് ബാഡ്ജുകൾ അടക്കം അദ്ദേഹം സമ്മാനിക്കുന്നുണ്ട്. ഈ 4 പേരും ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുമാരാണ് എന്നുള്ളതാണ്. ഇതിൽ ഒരാൾ മലയാളിയാണെന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്. VSSൽ തന്നെ പുതിയ ട്രൈസോണിക് വിൻഡ് ടണൽ, ഒപ്പം തന്നെ മഹേന്ദ്രഗിരി പ്രൊപ്പൻഷൻ കോംപ്ലക്സിൽ തന്നെ സെമി ക്രയോണറ്റിക്കൽ ശ്രീഹരിക്കോട്ടയിലെ പുതിയ PSSC, അതായത് 3 ഇടങ്ങളിലായുള്ള 3 പദ്ധതികളാണ്. VSSC, ഒപ്പം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, IPRC മഹേന്ദ്രഗിരി എന്നിവിടങ്ങളിലായാണ് 3 പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കാൻ പോകുന്നത്. 2025 അടുത്ത വർഷം അവസാനത്തോടെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുക, അതാണ് ISRO ലക്ഷ്യമിടുന്നത്. വ്യോമമിത്ര എന്ന റോബോട്ടിനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ അതും നടന്നു വരികയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേർന്നോ അഞ്ജു? അവിടെ ക്രമീകരണങ്ങളൊക്കെ നടക്കുകയാണോ? 10:30-ക്കാണ് എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നത്. അല്പസമയത്തിനകം എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുജിയ, 10:30 തന്നെയാണ് അദ്ദേഹത്തിന്റെ വിമാനം എത്തിച്ചേരുക എന്നതാണ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സമയം ഇപ്പോൾ 10:28 ആയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സ്വീകരിക്കാനുള്ള എല്ലാവരും തന്നെ, മന്ത്രി GR അനിൽ ഉൾപ്പെടെ, ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് വിമാനത്താവളത്തിന്റെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത്. നമ്മൾ ഈ ഗേറ്റിന് പുറത്തായി കാത്തു നിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി
പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഇവിടെ ഓക്കെ, എത്തിച്ചേരുമെന്നാണ് അഞ്ജുവിലേക്ക് അപ്പോഴേക്ക് ഏതായാലും തിരികെ എത്താം. പ്രധാനമന്ത്രിയുടെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി കെ സുരേന്ദ്രൻ നയിക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപനമാണ്. ആർ ശ്രീജിത്ത് സ്റ്റേഡിയത്തിനകത്തുണ്ട്, ഒപ്പം ആർ റോഷിപാൽ സ്റ്റേഡിയത്തിന് പുറത്തുമുണ്ട്. രണ്ടുപേരിലേക്കും കൂടി പോയതിനു ശേഷം നമുക്ക് അഞ്ജുവിലേക്ക് വീണ്ടും എത്താം. ആർ ശ്രീജിത്ത്, കേരളം ഉടനീളം നടത്തിയ പദയാത്രയുടെ സമാപനമാണ് ഇന്ന് അവിടെ നടക്കാൻ പോകുന്നത്. നേരത്തെ കരുതിയിരുന്നത് പോലെ ഒരു റോഡ് ഷോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഈ സ്റ്റേഡിയത്തിനകത്ത് ഉള്ള ഒരു സമാപന സമ്മേളനം മാത്രമായിരിക്കുമോ ഉണ്ടാവുക? പ്രധാനമന്ത്രി അതിൽ മാത്രമാണോ പങ്കെടുക്കുക? സുജിയ, റോഡ് ഷോ നേരത്തെ നിശ്ചയിച്ചിരുന്നു. അതിനുള്ള വാഹന ക്രമീകരണം അടക്കം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അവസാന നിമിഷം റോഡ് ഷോ സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിവെച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ BJPയുടെ പദയാത്രയുടെ സമാപന ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ 50,000-ഓളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നുള്ള BJPയുടെ പ്രവർത്തകരാണ് ഈ പ്രധാനമന്ത്രിയെ കാണാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം വീക്ഷിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കൊല്ലത്തു നിന്നും അടക്കമുള്ള പ്രവർത്തകർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. വലിയ ഒരു നിരയാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പന്തൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെ ഈ പ്രധാനമന്ത്രിയെ വീക്ഷിക്കാനായി എത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഈ പരിപാടിയുടെ സ്റ്റേജിലേക്ക് വന്നാൽ BJPയുടെ പ്രധാന നേതാക്കളായ O രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ, JR പത്മകുമാർ, സുധീർ ബാബു അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ തന്നെ സ്റ്റേജിലുണ്ട്. ഒപ്പം തന്നെ BJPയിലേക്ക് അടുത്തിടെ ചേർന്ന ജനപക്ഷത്തിന്റെ നേതാവായിരുന്ന PC ജോർജും വേദിയിൽ തന്നെയുണ്ട്. പ്രധാനമന്ത്രിയെ വേദിയിൽ ഏതാണ്ട് 30ഓളം ആളുകൾക്കുള്ള ഇരിപ്പിടമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ വെച്ച് ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി മോദിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കേരളത്തിലെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇന്നുണ്ടാകില്ല എന്നാണ് അറിയുന്നത്. കാരണം പാർലമെന്ററി ബോഡി യോഗം BJPയുടെ ഇന്ന് ചേരാനിരുന്നെങ്കിലും അത് 29ലേക്ക് മാറ്റി. അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകും എന്ന് കരുതിയിരുന്ന രാജീവ് ചന്ദ്രശേഖറും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേരും നേരത്തെ ഈ പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പരിപാടിയിലേക്ക് അദ്ദേഹം എത്തുന്നില്ല. മറ്റു ചില ഔദ്യോഗിക തിരക്ക് കാരണം തിരുവനന്തപുരത്ത് ഇന്നത്തെ പരിപാടിയിൽ എത്തുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്ന വലിയൊരു BJPയുടെ പരിപാടി, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന പരിപാടിയായി തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന BJPയുടെ പദയാത്രാ സമാപനം മാറും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. റോഡ് ഷോ മാറ്റിവെക്കാനുള്ള കാരണം സുരക്ഷാ കാരണങ്ങളാണ്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹമടക്കം ദിവസങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരത്ത് എത്തിച്ച് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ട്രയൽ റൺ അടക്കം നടത്തിയിരുന്നു. എന്നാൽ ഈ സുരക്ഷാ കാരണങ്ങളാൽ അത് അവസാന നിമിഷം മാറ്റിവെച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് BJP നേതാക്കളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ അറിയാൻ കഴിയുന്നത്. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേഡിയത്തിനകത്ത് പരിപാടി നടക്കുന്ന ഇടത്താണ് ആർ ശ്രീജിത്ത് നിൽക്കുന്നത്. അവിടേക്ക് 12 മണിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുക. 1 മണിക്കൂർ സമയമായിരിക്കും ആ സ്റ്റേഡിയത്തിനുള്ളിലെ പരിപാടിയിൽ പ്രധാനമന്ത്രി ഉണ്ടാവുക. ആർ റോഷിപാൽ സ്റ്റേഡിയത്തിന് പുറത്താണ് നിൽക്കുന്നത്. ആർ റോഷിപാൽ, ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമല്ലേ? ഇന്ന് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആര് എന്ന സസ്പെൻസിന് അവസാനമാകുമെന്ന് കരുതിയിരുന്നെങ്കിലും ഇന്നത് ഉണ്ടാകില്ല എന്നതും ഉറപ്പാകുന്നുവെന്നാണ് ആർ ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞത്. അവിടുത്തെ തയ്യാറെടുപ്പുകൾ എങ്ങനെ? നേതാക്കളൊക്കെ എന്ത് പറയുന്നു? ആർ റോഷിപാൽ. സുജയ, 29-ന് ശേഷം മാത്രമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക എന്ന് അല്പം മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും നാളെയുമായി തലസ്ഥാനത്ത് തന്നെ നടക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള BJP ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഇന്ന് സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തിരുവനന്തപുരത്ത് നടക്കുന്നു. നാളെ വിവിധ ഘടകങ്ങളുടെ യോഗം, വിവിധ ചുമതലകൾ നൽകിയ ഘടകങ്ങളുടെ യോഗങ്ങളും തിരുവനന്തപുരത്ത് നടക്കുന്നു. ഏതായാലും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. ഒന്നിനകം തന്നെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നേതാക്കൾ പങ്കുവെക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കേരള പദയാത്രയ്ക്ക് ശേഷം വലിയ ആവേശത്തോടെയാണ് തലസ്ഥാനത്ത് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ 3-ാം വട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ വേദിയിലേക്ക് എത്തുമ്പോൾ അത് BJPക്ക് സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷയുണ്ടെന്നതിന്റെ സൂചനയായി തന്നെ വിലയിരുത്തേണ്ടി വരും. ഏതായാലും അല്പം മുമ്പ് PC ജോർജ് പറഞ്ഞത് സംസ്ഥാനത്ത് 5 മണ്ഡലങ്ങളിൽ BJP വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ്. ഏതായാലും ഇതുവരെ ഇല്ലാത്ത ഒരു മുന്നേറ്റം ഉണ്ടെന്ന രീതിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് നേതൃത്വം ഇത്തരം ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്തത്. മോദി പ്രഭാവത്തിൽ തന്നെയാണ് പ്രതീക്ഷയും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വേദികളൊക്കെ മോദിയുടെ സാന്നിധ്യം പരമാവധി ഉറപ്പുവരുത്താനുള്ള ശ്രമം BJP സംസ്ഥാന നേതൃത്വത്തിന്റെയും ദേശീയ നേതൃത്വത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നു. കാരണം കേരളത്തിൽ ഇതുവരെ കേരളം ഒരു ബാലികേറാ മലയായി
അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം. ഈ തവണ അങ്ങനെയല്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷനും നേതാക്കളും ഒരുപോലെ പറയുന്നു. ഏതായാലും ഇവിടെ 50,000 പ്രവർത്തകരെ എത്തിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു എടുത്തത്. കഴിഞ്ഞ പരിപാടികളിലൊക്കെ ഉള്ളതുപോലെ ഇവിടെയും ഈ കേരള പദയാത്രയുടെ ഭാഗമായി 1000 പേർ BJP-യിൽ അംഗത്വം എടുക്കുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഏതാണ്ട് 12:30 തന്നെ പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേരും. പ്രവർത്തകരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാം സജ്ജമായിരിക്കുന്നു. സുരക്ഷയും റോഷിപാലും അഞ്ജു ജയപ്രകാശുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുന്നതേയുള്ളൂ. ഇപ്പോൾ ആർ ശ്രീജിത്തും റോഷിപാലും നിൽക്കുന്ന വേദിയിലേക്ക് 12 മണിയോടെ എത്തിച്ചേരും. ആദ്യ പരിപാടി VSSC-യിലാണ്. അവിടേക്കാണ് ആദ്യം പ്രധാനമന്ത്രി പോകുന്നത്. നമുക്ക്